ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഒരു ഇച്ചിരി കൂടി പോയി. അപ്പോൾ ടുഡേസ് ഞങ്ങൾ ഇന്നൊരു റെസിപ്പി അല്ല, ഇന്ന് ഞങ്ങൾ റീലിൽ കണ്ട ഒരു റെസിപ്പിയാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. കൊച്ചിക്കോയ. ട്രെൻഡിങ് ആയിട്ട് റീലിൽ ഉള്ള ഒരു സാധനമാണ് കൊച്ചിക്കോയ. അതല്ല, അപ്പൊ നൈസ് എനിക്ക് രാവിലെ റീൽസ് കിട്ടുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവിടെ അവല് ഇരിപ്പുണ്ട്. ഞങ്ങളിവിടെ വാഴ കൊലച്ചിരുന്നു. അപ്പൊ അതിന്റെ പഴം ഇരിപ്പുണ്ട്. പക്ഷെ ഞാലിയും അല്ല പൂവമ്പഴം അവർ പറയുന്ന ഇത് രണ്ടുമല്ല ഞങ്ങളുടെ പാലം കൊണ്ട് നമുക്ക് അത് വെച്ച് നമുക്ക് നോക്കാം. എന്താവുമെന്ന് അറിയത്തില്ല, എന്നാലും നമുക്ക് നോക്കാം. പിന്നെ അവലും ബാക്കി എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട്. ഇക്കാലത്ത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിപ്പോ ഉണ്ടാക്കി വെക്കുന്നു. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഇക്ക അവിടെ നിന്ന് ഇറങ്ങി പാതി വഴിയിലായി. എപ്പോഴത്തേക്കും കണക്കന്നെ ഇനി തേങ്ങ ചുരണ്ടി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തേങ്ങാപ്പാൽ വേണം. അപ്പൊ നൈസ് ധൃതി പിടിച്ച് വെപ്രാളം പിടിച്ചതാ തേങ്ങ ചുരണ്ടിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഇടക്ക് ബാക്കി നമുക്ക് അവല് സാധനങ്ങളൊക്കെ സെറ്റ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കും. ഇതാണ് ഞങ്ങളുടെ പഴം. അതിനകത്ത് നിന്ന് ഒരു പകുതിയോളം പഴമെല്ലാം ഞങ്ങൾ എല്ലാവർക്കും ആയിട്ട് കൊടുത്തു. ബാക്കി ഇത്രയും കൂടെ പഴം ഇരിക്കുന്നുണ്ട്. ആ പഴം ഞങ്ങളുടെ വീട്ടിൽ സ്വന്തം ഉണ്ടായി. പാളയംകുളം പഴം കേട്ടോ. അത് വെച്ച് ഉണ്ടാക്കി റെഡിയായില്ലെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാം. അവല് നമ്മുടെ മെയിൻ സാധനം അവല് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ച് ഇഞ്ചിയുടെ ഒരിച്ചിരി ഇഞ്ചി നീരിടുന്ന ഞാൻ കണ്ട്. പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും ഇഞ്ചിയൊക്കെ ചതച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിതാ ഒരു നാരങ്ങ നീര്, ഒരു നാരങ്ങ പിഴിഞ്ഞിട്ടില്ല, ഒരിച്ചിരി മതി. പിന്നെ ബാക്കി നമുക്ക് പഞ്ചസാര. ഇക്കക്ക് വിശന്നിട്ട് സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കിയോ അപ്പൊ ഇക്ക ഇപ്പം പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് ഞങ്ങൾ മറ്റേ സ്നാക്സ് ബേക്കറി സാധനം അങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പൊ ഇക്ക കൊടുക്കാറില്ല. അപ്പൊ മാക്സിമം ഞങ്ങൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പതിവ്. അപ്പൊ എന്തായാലും കണ്ട് അപ്പം ഉണ്ടാക്കിയാന്ന് വിചാരിച്ച് അവിടം വരെയൊക്കെ ആയി. ഇനി നമുക്ക് അവര് ഏറ്റവും നല്ല പഴുത്തുള്ള പഴം നോക്കി എടുക്കണമെന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ലപോലെ പഴുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ പഴമൊക്കെ തൊലിയെല്ലാം കളഞ്ഞ് നല്ലപോലെ ഇങ്ങനെ അമ്മയ്ക്ക് മിക്സിയിലിട്ട് അടിക്കരുത് നല്ലത്. നമുക്ക് കൈ കൊണ്ട് മൊത്തം ഞെരടി കൈ വെച്ച് അല്ല സ്പൂൺ വെച്ചാൽ മൊത്തം നമുക്ക് ഞെരടിയെല്ലാം സെറ്റ് ആക്കി വെക്കാം. നമുക്ക് പഴമെല്ലാം ഒലിച്ച് നല്ലപോലെ അമുക്കി എടുക്കണം. അതൊക്കെ നമുക്ക് ഒലിച്ചിടിച്ചെടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചിട്ടാൽ മതി. കുറച്ച് ഒഴിച്ചിട്ട് ഒന്നാമത്തെ പാല് മാറ്റി വെക്കണേ. പച്ചക്കറി ഇല്ല, പച്ചക്കറി ഒന്നാമത്തെ സമയം അച്ഛനെ എടുത്തിട്ട് പറയാം. ഇത്രയും ധൃതിപ്പെട്ടുണ്ടാക്കിയ വേറെ ഒരു ഫുഡ് നമുക്കുണ്ട്. ആദ്യം കുറച്ച് ഇതിന്റെ ഒന്നാം പാലല്ലേ, ഒന്നാമത്തെ പാൽ നമുക്ക് കുറച്ച് മാറ്റി വെക്കണം. അതിനുശേഷം രണ്ടാമത്തെ പാലില് നമുക്കിത് മൊത്തം കുറുക്കിയെടുക്കണം. അതിന് ശേഷമാണ് അന്നത്തെ പാൽ വയ്ക്കാം. നമുക്കിത് നമ്മുടെ പഴം ഇത് മൊത്തം നമുക്കിങ്ങനെ തവി വെച്ച് അമുക്കി എടുക്കാം. കയ്യാപ്പ ഉണക്കത്തെ ബഹളം വെച്ചോണ്ടിരിക്കുക. ഞാൻ കൊടുത്തപ്പോ അയാളെ ചെരുപ്പ് എടുത്ത ആ സ്റ്റെപ്പിന്റെ താഴെ വെച്ചായിരുന്നു. അതിപ്പോ ഒരെണ്ണം കാണുന്നില്ല, ഒന്നേ കാണുന്നുള്ളൂ. അതിന്റെ ബഹളമാണ്. കിട്ടിയോ? അങ്ങോട്ട് നോക്കി പറ ചെരുപ്പ് കിട്ടി ഗൈസ്. ഇവിടെ തേങ്ങാപ്പാലിന്റെ പരിപാടി, അവിടെ പഴം പഴം നമുക്ക് നല്ലോല ഇങ്ങനെ തവി വെച്ച് ഇളക്കി എടുത്ത് ഇവിടം വരെയൊക്കെ ആയി. ബാറ്ററിയുടെ അല്ലേ പഴം വെച്ചിട്ടുള്ള അവലിലോട്ട് ഒഴിച്ചിട്ടല്ലേ കഴിക്കുന്നത്. നമ്മുടെ ഒരു താമസമേ ഉള്ളൂ. അവൽ മിൽക്കിന്റെ ആ ഒരു ഇത് നമുക്ക് കേട്ടോ എനിക്ക് കണ്ടിട്ടായിരുന്നു. പക്ഷെ അതിനകത്ത് എക്സ്ട്രാ നമ്മൾ ഈ ചെറിയ ഉള്ളി അരിഞ്ഞതും ഇഞ്ചി നീര് പിന്നെ നാരങ്ങ നീര് അതൊക്കെ ഇടുന്നുണ്ട്. അതാണ് ഇതിനകത്ത് തോന്നുന്നത്. വേറെ എനിക്ക് തോന്നിയത് മിക്ക വന്നു ഗൈസ്. ബുള്ളറ്റിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഉണ്ടാക്കുന്നതിന് സ്പീഡൊക്കെ കൂടി. ഇക്ക വരുമ്പോഴത്തേക്കും ഇക്കൊക്കെ വിശന്നിട്ട് സഹിക്കാൻ വേണം. അപ്പൊ ഇക്ക വരുമ്പോഴത്തേക്കും എല്ലാം അങ്ങനെയൊക്കെ തന്നെ എപ്പോഴും.
ചീരയൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നുണ്ട്. താഴെ പോണ് രണ്ടാം പാൽ. പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന ഒരു താമസമുള്ളൂ. നമ്മുടെ പഴയ ഏകദേശം ഇത് കണക്കുന്ന സ്പൂണ് വെച്ച് ഈ പരുവത്തിൽ നമ്മൾ ഉടച്ചെടുക്കും. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാല് ഒഴിച്ച് നല്ലപോലെ രണ്ടാം പാല് ഒഴിച്ചു. ഇങ്ങനെ കണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടു. അല്ലാതെ കാണിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. പ്രാണത്തിന് എല്ലാം വിശപ്പിന്റെ ഉള്ളിൽ കാരണം പുറകുവശത്ത് ഇവിടെ വന്ന് പാത്രമൊക്കെ തപ്പി പറക്കുന്നുണ്ട്. ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ നമുക്കൊന്ന് അമിക്കി കൊടുത്തിട്ട് അതും കൂടി ഇതിനകത്തിട്ട് കൊടുക്കാം. ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലല്ലോ, പഴം, രണ്ടാം തേങ്ങാപ്പാലും ഉള്ളി. ഇനി നാരങ്ങ നീര്, ഹാഫ് ലെമൺ ഓടി താഴത്തൂടെ പോയി. ഫുൾ ഇപ്പൊ ഇതിന്റെ സംഭവം ടേസ്റ്റ് ഈ ഉള്ളി ഇതൊക്കെ ഇട്ട് എന്താ സംഭവം ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അപ്പം ഞങ്ങളെല്ലാം കുറേശ്ശെ ഇടത്തുള്ളു. അപ്പൊ എന്താകുമെന്ന് എങ്ങനെയൊക്കെ ആകുമെന്ന്. ഹാഫ് ലെമൺ. മതി. ഇനി നമുക്ക് കുറച്ച് ഇച്ചിരി ഇഞ്ചിയുടെ നീര്. ചിലവർ ഇഞ്ചിയുടെ നീരിട്ട് കണ്ടേട്ടാ, ചിലവർ ഇഞ്ചിയുടെ നീരിട്ട് കാണില്ല. എന്തായാലും ഇഞ്ചി ഓൾറെഡി എനിക്ക് ചതച്ച് വെച്ചോണ്ട് നമ്മള് ആ മറ്റവനകത്തന്നെ പിഴിഞ്ഞെടുത്തു. അത് നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് മതി. നമ്മുടെ മെയിൻ സാധനം മതി എല്ലാം കുറച്ചില്ല മതി. ഇനി നമ്മുടെ മെയിൻ സാധനം പഞ്ചാര. നമുക്ക് ശർക്കര വേണമെങ്കിൽ ശർക്കര ഇടാം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം പഞ്ചസാര ഇട്ട് നമുക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര. കമോൺ ബേബി. അത് തികയത്തില്ല, മറ്റു വലിയ പാത്രം എടുത്തുണ്ടോ. ഇത് എന്താവും എങ്ങനെയൊക്കെ നല്ല എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ എല്ലാരും ടേസ്റ്റോടെ ഇങ്ങനെ വാരി തിന്നാൻ വേണ്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാര ഞങ്ങൾക്ക് കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം. അപ്പൊ ഇക്കാക്ക് വിശക്കെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു സ്പൂൺ എടുത്തു. ഏകദേശം ഈ ഒരു പരുവത്തിലാവും. This is കൊച്ചിക്കോയ. ഹംസക്കോയ. പണ്ട് ഇക്കയുടെ കൂടെ ഹംസക്കോയ എന്ന് കളിയാക്കി വിളിക്കും. ഞാൻ ഇപ്പൊ ഇക്ക വൈകിട്ട് വെച്ച് വിശന്നിട്ട് വീട്ടിലുണ്ടാന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു ഇക്ക കൊച്ചിക്കോയ ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഇക്ക ചെന്നേ ഹംസക്കോയ ഞാൻ പറഞ്ഞില്ല കൊച്ചിക്കോയ. ഞാൻ പറഞ്ഞു ആയിട്ട് എന്തായാലും ഞങ്ങൾ വീഡിയോ എടുത്ത് പറയണൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഐറ്റം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒന്നാം പാൽ. പഞ്ചസാര കുറച്ചുകൂടി ചേർക്കേണ്ടി വരും അല്ലേ? ഇത് നല്ല കുറുകിയ ആ ഒരു കൺസിസ്റ്റൻസി എന്നാണ് അവർ പറഞ്ഞത്. കൺസിസ്റ്റൻസി വരാത്തോണ്ട് നമ്മൾ വീണ്ടും പഴം ഇട്ട് കൊടുക്കുക. ഇപ്പം ധൃതി ആയതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം കൈ വെച്ച് ഉടച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത്. ലേശം ലൂസ് കൺസിസ്റ്റൻസിയാണ് ഉദ്ദേശിക്കുന്നത്. കുഴപ്പമില്ല, ഞങ്ങൾ അതിനെ കട്ടിയാക്കും. പഞ്ചസാര
നിങ്ങൾ ഇടക്ക് പഞ്ചസാര വീണാന്ന് ഒന്ന് ചെക്ക് ചെയ്തേക്കണം കേട്ടോ. മധുരം ഉണ്ടോ? പക്ഷെ അപ്പോൾ ഞങ്ങളുടെ ബാറ്ററി ഇച്ചിരി ലൂസ് ആയതുകൊണ്ട് ഞങ്ങൾ 2-3 പഴം കൂടെ അഡ്ജസ്റ്റ് ചെയ്തു. അതായത് നമ്മുടെ അവൽതാണ് നമ്മുടെ മെയിൻ സാധനം. ഇതിനകത്ത് നമുക്ക് ഈ സാധനം അവല് കാണാൻ മേലാത്ത രീതിയിൽ കുറുകുറെന്നും പറഞ്ഞ് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ വെറ്റപ്പഴല്ലേ വേറൊരു കളറ്. ഇനി നമുക്ക് ഇക്കാക്ക് കൊടുത്ത് അതിന്റെ വിശേഷ ഗുണങ്ങളൊക്കെ അറിയാം. ഞങ്ങളുണ്ടാക്കുന്നതൊക്കെയാണ് ആന്ന് തോന്നുന്നു. ഈ ഞാലിപ്പൂ ഇത് ഞങ്ങളുടെ കയ്യിൽ ഇത് പാലും കൂടെ എന്താണ് ടേസ്റ്റ് എന്ന് അറിയാം. നമുക്ക് എന്തായാലും ഇക്കാടുത്ത് കൊടുത്തു നോക്കാം. അപ്പം ഞങ്ങൾ ഉണ്ടാക്കിയ പരീക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ഇത് കൈ വെച്ച് കുഴച്ച് കഴിക്കും. ഞങ്ങൾ ഉണ്ടാക്കിയ ഫുഡിന്റെ പരീക്ഷണം കഴിക്കാൻ ഞങ്ങൾ ഇക്കാനെ പിന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. ഇത് കൊച്ചിക്കോയ കഴിക്കാൻ പോന്ന്. അത് അവലുമായിട്ട് കുഴച്ച് കഴിക്കും. ഇനി അടുത്തത് ഇക്ക ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പറച്ചിലാണ്. അഭിപ്രായം പറച്ചിൽ. അതിനകത്തൊക്കെ കണ്ട ഇങ്ങനെ കുഴച്ച് അവലുമായിട്ട് കുഴച്ച് ആ പഴത്തിന്റെ മിക്സഡ് ഇത് കുഴച്ച് കഴിക്കണതാണല്ലോ. ഓ കേക്കത്ത അത്ര അങ്ങോട്ട് അല്ല ചിക്കനോ വല്ല ആയിരുന്നെങ്കിൽ ഒരു കൈ ഒന്നും കൂടെ കൊള്ളാമെന്ന് പറഞ്ഞേന്. കൊള്ളാടോ. അങ്ങനെ ഞങ്ങളുടെ ധൃതി പരീക്ഷയുള്ള ഒരു പാചക പരീക്ഷ ഒന്നും പറയാൻ പറ്റത്തില്ല. അതന്നെ സക്സസ് ആയോ എന്ന് ഇക്ക വേഗം പറഞ്ഞത്. സക്സസ് ആയി എന്ന് പറയുന്നു. ഇക്ക കഴിച്ചു പോയി. ഇവിടെ ആർക്കാദ്യം ഫസ്റ്റ് ഒരു ബഹള. അച്ചുവിന് ഫസ്റ്റ് കുറച്ചിട്ട് കൊടുത്താൽ അത് കഴിക്കാൻ നമുക്ക് കൊടുക്കാം. കുറച്ചും കൂടെ. ഇനി മറ്റേ സാധനം ഒഴിക്കണോടോ. ഇനി മറ്റേ സാധനം ഒഴിക്കണം. ഇനി ആദ്യമേ കയ്യാപ്പിക്ക് ഇതാ അതിന്റെ നമ്മുടെ ആ ഒരു ബാറ്റ് പഴമെല്ലായിട്ട് മിക്സ് ചെയ്ത സാധനം. ഞങ്ങളിട്ട പാളയംകുളം പഴം. അപ്പൊ അതിന്റെ ആയിട്ട് ഒരു ചെറിയൊരു പുളി കണക്കുണ്ട്. ഇതിനകത്ത് ഇവര് പറയുന്ന ഞാലിപ്പൂവൻ പഴവാ അല്ലെങ്കിൽ മറ്റേ പൂവൻ പഴം ഇതാക്കണമെന്നാ. അപ്പൊ നിങ്ങൾ മാക്സിമം എടുക്കുമ്പോ അത് കണക്ക് നോക്കിയെടുക്കാൻ ശ്രമിക്കും. അതിന് ഞങ്ങള് കണ്ടപ്പോ ഒരു ആഗ്രഹം തോന്നി ഉണ്ടാക്കി. അപ്പൊ ഇനി ഞങ്ങളുടെ ടെസ്റ്റ് കൊള്ളാന്ന് പറയാ. ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ വീഡിയോയിലൊക്കെ കറക്റ്റിന്റെ വെള്ള കളർ ഇരിക്കായിരുന്നു. വേറെ ഒരു ചെറിയ കളർ വ്യത്യാസമുണ്ട്. അതായിരിക്കും. എന്തായാലും നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച പഴമാണ്. അപ്പൊ എന്തായാലും അതിന്റെ ഒരു നമുക്ക് അല്ലെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നാൻ എനിക്ക് വയ്യ. സൗണ്ട് വ്യത്യാസമുള്ളൂ. നമ്മൾ ഇന്നലത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ കളിക്കാൻ കൂടെ പോയിട്ട് ഫുള്ള് ബോഡി പെയിൻ ആണ്. അപ്പം എന്തായാലും ഇവർ രണ്ടുപേരും ഇപ്പം നമുക്ക് പുതിയ ഒരു സെറ്റപ്പ് കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞില്ല നമ്മുടെ വയറ്റിൽ ഇത്തിരി പൊടി കൂടുതലായിരുന്നു. ആ ഒരു കുറവ് മാത്രം ഇതിനുള്ളു. ബാക്കിയൊക്കെ അടിപൊളിയാണ്. നമുക്ക്
പെട്ടെന്ന് വിശന്നിരിക്കുമ്പോ ഉണ്ടാക്കി കഴിക്കാനൊക്കെ കൊള്ളാം. പക്ഷെ ഇതുണ്ടാക്കി അവല് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടത് അവരിങ്ങനെ അവല് ഇങ്ങനെ ഈ റോസ്റ്റ് ചെയ്തിട്ട് എനിക്കൊന്ന് അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ കുറച്ച് ബെറ്റർ. വെച്ച് ഇത് ഒഴിച്ച് കുറച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ കുതിർന്ന കണക്കിരിക്കും. ഒഴിച്ച് നമുക്ക് അന്നേരം തന്നെ കഴിക്കാം, അല്ലെ പിന്നെ ഇങ്ങനെ കുതിർന്നു പോകും. ആ ഒരു ഇത് മാത്രമേ തോന്നുള്ളൂ. പക്ഷെ സംഭവം എന്തായാലും കൊള്ളാം. അപ്പൊ നിങ്ങളെല്ലാം ട്രൈ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും, എന്തായാലും നല്ലതാണ്. പക്ഷെ ഉണ്ടാക്കുമ്പോ തന്നെ ഉണ്ടാക്കാൻ നോക്കുക, അപ്പൊ ബെറ്റർ ആയിരിക്കും. ഇതേപോലെ വെറൈറ്റി പെട്ടെന്നുള്ള കുക്കിംഗ് വീഡിയോസ് ഒക്കെ ബാക്കി വേറെ വേറെ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഗൈസ്. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ. ബൈ.